ഞങ്ങളുടെയൊക്കെ ഷെയ്ഖുനയുടെ അമ്മാവനാണ്. അതാ സുലൈഖ എന്ന് പറഞ്ഞ പെങ്ങളെ മോനാണ് അബ്ദുല്ലാഹിൽ ഹക്കീം. അതെ അതെ. ഉസ്താദാണെങ്കിൽ 40 കൊല്ലം ദർസ് എടുത്ത വലിയ മുദരിസും അതെ വടവൂർ ഷെയ്ഖുന അടുത്ത് ഓതിയതും നിങ്ങളടുത്ത് ഞങ്ങളുടെ ഷെയ്ഖുന ഓതിയിട്ടുമുണ്ട്. ഉസ്താദും കൂടിയാണ്, അമ്മാവനുമാണ്. അപ്പം ഞങ്ങളുടെ ഷെയ്ഖുനാനെ ഉസ്താദ് പരിപൂർണമായിട്ട് ഇന്ന് ഒരുപാട് AP സംസ്ഥപ്പെട്ട പലരും ഉസ്താദ് ഷെയ്ഖുനാനെ അന്ന് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പലരും അംഗീകരിക്കാത്തൊരു സാഹചര്യം, എന്നാൽ ഒളിച്ചും പാത്തും വന്ന് കാണുന്നവരുണ്ട്. അന്ന് പറഞ്ഞാലേ ഞാനിപ്പോ ചിലപ്പോ കുന്നങ്കലം ജുമാക്ക് പോവുകയും അപ്പം മോനുണ്ടാവും അവിടെ ഹാഫിദ് എന്നാല് അവിടുത്തെ ഖത്തീബ് പറയും നമുക്കൊന്ന് ദ്വാരക്കാൻ ഇന്ന് ഹാഫിദ് ഉണ്ട് ഇവിടെ. കുന്നങ്കല പറയുന്നത് കാരണവരെ കുന്നങ്കലോ ഹാഫിദ് ഉണ്ട് ഇവിടെ ഒന്ന് ഹാഫിദ് അന്ന് ദ്വാരക്ക രണ്ടാമത്തെ ദ്വാരല്ലേ എന്ന് അത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കുന്നു. ഏപ്പിക്കാർ അങ്ങനെ കൊണ്ടു കിടന്ന ഇന്ന് ചില ആളുകളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് അംഗീകരിക്കാത്തൊരു വലിയ വലിയ നേതാക്കന്മാർ ഒളിച്ചും പാത്തും ഷെയ്ഖുനാനെ കാണാനും വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഷെയ്ഖുനാനെ ചെറുപ്പം തൊട്ടും അല്ലെങ്കിൽ ചെറുപ്പകാലവും ഷെയ്ഖുനയുടെ എല്ലാ കാലവും ഇന്ന് വരക്കും കൂടുള്ള ഒരാളാണ് ബാക്കവി ഉസ്താദ്. ഷെയ്ഖുനാനെ കുറിച്ച് നമുക്ക് കുറച്ച് പറഞ്ഞു തന്നാൽ വലിയ സന്തോഷമായിരുന്നു. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ചെറിയ മകനായ കാലത്ത് തന്നെ ഞങ്ങൾ ഒരു 3-4-5 വയസ്സൊക്കെ ആയിട്ടല്ലേ മാർക്ക് ചെയ്യലൊക്കെ വാജിബ് സുന്നത്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വാജിബ് കർമ്മമാണ്. അത് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കാരണവശാൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ ഒക്കെ വ്യത്യാസപ്പെട്ട് പിന്നെ മടവൂർ ഷെയ്ഖിനടുത്ത് കൊണ്ടുചെന്ന് മടവൂർ ഷെയ്ഖ് ഇപ്പം ഞാൻ നേരെ പറഞ്ഞ മടവൂർ ഷെയ്ഖില്ലേ ഓരോടുത്ത് കൊണ്ടുചെന്നപ്പോൾ 1.5 വയസ്സിൽ ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങൾ ഈ സുലൈഖ കൊണ്ടുചെന്നപ്പോൾ ചിർച്ചി ഷെയ്ഖുനയുടെ ഉമ്മ ഷെയ്ഖുനയുടെ ഉമ്മ സുലൈഖ കൊണ്ടു ചെന്നപ്പോൾ ചിർച്ചി ആര് ഈ മോന് 1.5 വയസ്സുള്ള മോന് ഇങ്ങ് വാങ്ങിയിട്ട് നെഞ്ഞോട്ട് കണ്ടുപിടിച്ച് അതാ ഇബിനി ഇതെന്റെ മകനാന്ന് പറഞ്ഞു. ഇബിനി ഇതെന്റെ മകനാന്ന് മടവൂർ ഷെയ്ഖുന നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഞങ്ങളുടെ ഷെയ്ഖുനാനെ നെഞ്ചോടെ ചേർത്ത് വെച്ചിട്ട് എന്റെ മകനാന്ന് പറഞ്ഞു. കുത്തുബുല്ലാലം പറഞ്ഞു നേരി കണ്ടതാ കേട്ടതാ. അതെ ജമ്മയി പെങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ കിട്ടിയതാണ് വാസ്തവത്തിൽ. അങ്ങനെ പോന്ന് ഇവിടെ മദ്രസ പഠിക്കുന്നവരോ എല്ലാം വളരെ മുമ്പിലാവും. എല്ലാ പഠന വിഷയത്തിൽ മുമ്പിലാണ്.